ബെമറ മലനിരകൾക്കിടയിൽ രണ്ട് നദികളോട് ചേർന്ന് കിടക്കുന്ന ചെറിയ ഗ്രാമങ്ങളുടെ കൂട്ടമാണ് സമ്പാനു ഗ്രാമം. പരിഷ്കാരത്തിൻ്റെ ലോകത്തിൽ നിന്ന് വളരെ അകലെ കിടക്കുന്ന സമ്പാനു മനോഹരിയാണ്, ഫലഭൂയിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സഹനങ്ങൾക്കിടയിലും മലബാറിലെ കുടിയേറ്റം പോലെ ഇവിടെയും താമസക്കാർ കൂടുന്നു. കഴിഞ്ഞ നവംബറിൽ മസ്കാപ്പിയോടൊപ്പം ഞങ്ങൾക്ക് ലഭിച്ച മറ്റൊരു ഗ്രാമസമ്പത്ത്. മഴക്കാലം കഴിഞ്ഞ് നദി ശാന്തമാകേണ്ടി വന്നു ഇവിടെ വന്ന് സന്ദർശിക്കുവാൻ. മസ്കാപ്പിയിൽ നിന്ന് വഞ്ചിയിൽ 4 മണിക്കൂർ എടുക്കും സമ്പാനുവിൽ എത്തുവാൻ. അവിടെ എത്തിയപ്പോൾ ആദ്യം വന്ന് ഞങ്ങളെ സ്വീകരിച്ച ഒരാളുണ്ട്. അംഗവൈകല്യത്തോടെ ജനിച്ച ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായ ഒരു കുറിയ മനുഷ്യൻ, ഇവിടുത്തെ ഞങ്ങളുടെ കാറ്റഗിസ്റ്റ് ദറോള. കഴിഞ്ഞ തവണ മസ്കാപ്പിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അവശതയിലും തിളങ്ങിക്കണ്ട തീഷ്ണതയാണ് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടെ എത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഗ്രാമവാസികൾ വളരെ സന്തോഷത്തോടെ അവരുണ്ടാക്കിയ ചെറിയ പേരിടാത്ത പള്ളിയിൽ പായയിട്ട് ഞങ്ങളെ സ്വീകരിച്ചു. കഴിഞ്ഞ ഈസ്റ്റർ നാളിൽ പ്രാർത്ഥിക്കുവാനായി കുറച്ചുപേർ ഒന്നിച്ചുകൂടി പടുത്തുയർത്തിയ ഒരു കൂടാരം. കാപ്പിക്ക് ശേഷം ഇരുട്ടുന്നതിന് മുൻപ് ഏതാനും ഭവനങ്ങൾ സന്ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. കാടിനുള്ളിൽ കഷ്ടപ്പെടുന്ന കുടിയേറ്റക്കാർ, യാതൊരു വിധത്തിലുള്ള ഈശ്വരവിശ്വാസവും വേണ്ടെന്ന് കരുതുന്ന ചിലരും കുശലം പറയാനെത്തി. രാത്രിയിൽ ഭക്ഷണമുണ്ടാക്കി പാട്ടുപാടി ഞങ്ങൾ ഊട്ടിയതിനു ശേഷമാണ് കുഞ്ഞുങ്ങൾ വരെ ഉറങ്ങാൻ പോയത്. നദീതീരത്ത് മസ്കാപ്പിലേക്ക് പോകുന്ന യാത്രക്കാർക്കായി ഉണ്ടാക്കിയ ചെറിയ കൂടാരങ്ങളിലാണ് ഞങ്ങൾ അന്ന് അന്തി ഉറങ്ങിയത്. രാവിലെ തന്നെ അവർ ഭക്ഷണമൊരുക്കി, ചോറും കറിയായി പഴവും. അത് കഴിഞ്ഞ് സമ്പാനു നദിയിലൂടെ ഒരു രോഗിയെ തേടിയുള്ള യാത്ര. ചിറുബീഹി നദിയിൽ കുത്തിമറിയുന്ന കലക്കവെള്ളമാണെങ്കിൽ സമ്പാനു നദിയിൽ നിശ്ചലമായ ശുദ്ധവെള്ളം. ചില്ലറ സന്ദർശനങ്ങൾക്ക് ശേഷം വിശുദ്ധ കുർബാനയ്ക്കായി ഞങ്ങൾ കൂടാരപ്പള്ളിയിലെത്തി. തമ്പുരാനോടൊപ്പം നിങ്ങൾക്കായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ജീവിതമെന്ന് പറയിപ്പിക്കുന്ന തിരുബലി. അധികം പേരില്ല. ഭാവിയിലെ കാറ്റഗിസ്റ്റുകളാകേണ്ട കുട്ടികളാണ് കൂടുതലും. കുർബാന കഴിഞ്ഞപ്പോൾ ഉച്ചയായി. ചന്ത ദിവസമായതുകൊണ്ട് ബോട്ടുകൾ പോകുന്നുണ്ട്. കൂടെ വന്നവർ പറഞ്ഞു, ഇപ്പോൾ ഇറങ്ങിയാൽ ബോട്ടിൽ പോകാം, ഉച്ച കഴിഞ്ഞാൽ പിന്നെ വഞ്ചി തന്നെ ശരണം. ഉടനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചരക്ക് ബോട്ട് ഒരാൾ വിളിച്ചു നിർത്തി. ഗ്രാമവാസികളോട് പെട്ടെന്ന് ക്ഷമാപണം പറഞ്ഞ് ഉച്ചഭക്ഷണത്തിന് കാത്തു നിൽക്കാതെ രാവിലെ കഴിച്ച പഴത്തിൻ്റെയും ചോറിൻ്റെയും ബലത്തിൽ ഞങ്ങൾ യാത്ര തിരിച്ചു. ഒഴുക്കിനെതിരായതുകൊണ്ട് ബോട്ടാണെങ്കിലും 4.5 മണിക്കൂർ എടുത്ത് മസ്കാപ്പിയിലെത്തുവാൻ. ഈശോയുടെ കൂടെ നീങ്ങണമെങ്കിൽ ഒഴുക്കിനെതിരെ തന്നെ പോകേണ്ടി വരും. സുഖലോലുപതം നിറഞ്ഞ യാത്ര നിത്യമരണത്തിലേക്കാണ്. തിരിച്ചെത്തിയപ്പോൾ ടൈഫോയിഡ് പിടിച്ചെങ്കിലും തമ്പുരാൻ തന്നെ സുഖപ്പെടുത്തി. മഡഗാസ്കറിൽ നിന്ന് ഫാദർ ജോൺസൺ തളിയത്ത്.